Good morning. കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. എത്ര പേരായി? 24 പേരായോളല്ലേ? എന്ന് പറ്റി ജോയിൻ ചെയ്യണോര് ചെയ്യട്ടെ. ഓക്കെ, നമ്മളപ്പോ ഏതാ എടുത്തോണ്ടിരുന്ന? ഫ്രണ്ട് ഓഫീസ് അല്ലേ? കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? വായിച്ചു നോക്കിയോ? എവിടെ വരെ നമ്മൾ എടുത്തത്? ടൈമിംഗ് വരെ അല്ലേ പറഞ്ഞത്? ഓക്കെ, ഇവിടെ വരെയല്ലേ നമ്മൾ എടുത്തത് അല്ലെ? ടൈമിംഗ് എത്ര പറഞ്ഞത് നമ്മള്? യെസ് അല്ലെ. ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് പേഷ്യന്റ് കെയർ റൗണ്ട്. എത്ര സമയം ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്? എത്ര അവേഴ്സാ? 24 hours സർവീസ്. 24 മണിക്കൂറും ഫ്രണ്ട് ഓഫീസ് സർവീസ് തരുന്നുണ്ട്. പിന്നെ സ്റ്റാഫ്, ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എത്ര ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നേന്ന് പറഞ്ഞേ? എത്ര ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നേ? എത്ര ഷിഫ്റ്റാ? വായിച്ചില്ലാരും? എഴുതിയിടാനുള്ള മെസ്സേജ് ചെയ്യാനുള്ള ടൈമാണോ? ഓക്കെ, എത്രയാ? 3 ഷിഫ്റ്റ്, 3 ഷിഫ്റ്റ് 24 hours സർവീസ്. ക്ലിയർ അല്ല അവിടെ വരെ ടൈമിങ്? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. അപ്പൊ നോക്കി, അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്തെന്നും പറയാം? ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. Okay, hospital front office front desk executive is also known as hospital receptionist. Other name ചോദിക്കാട്ടോ, അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. Okay, a hospital front office executive is a person who works in the hospital front office and manage various tasks. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെ? പേഴ്സൺ ഹു വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ്. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക്. അദ്ദേഹം പല ടാസ്കുകളും കൈകാര്യം ചെയ്യുന്നു. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? രജിസ്ട്രേഷൻ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നു, പേഷ്യൻസിനായിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കുന്നു അല്ലെ? അങ്ങനെ പല പല ടാസ്കുകളും മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുന്ന വ്യക്തി, ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണെയാണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ആ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഓക്കെ, is a person who works in the hospital front office and manage various tasks. പല പല ടാസ്കുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. He or she is responsible for basic clerical tasks such as answering the phone calls, greeting patients and visitors, and scheduling appointment in a professional and timely manner. അടുത്ത് നോക്കി, അപ്പൊ എന്തൊക്കെ ടാസ്കുകളാണ് ചെയ്യുന്നേ? ഹി ഓർ ഷീ, അവനാകാം അവളാകാം അല്ലെ? ഈസ് റെസ്പോൺസിബിൾ ഫോർ ബേസിക് ക്ലറിക്കൽ ടാസ്ക്. ബേസിക് ക്ലറിക്കൽ ടാസ്ക് സച്ച് ആസ്, എനിക്ക് ആൻസറിങ് ഫോൺ കോളുകൾ വരുമ്പോൾ അതിന് മറുപടി കൊടുക്കും അല്ലെ? ഫ്രണ്ട് ഓഫീസിലേക്ക് അപ്പോയിന്റ്മെന്റിനായിട്ടൊക്കെ ഫോൺ കോളുകൾ വരുമ്പോൾ എന്ത് ചെയ്യും? അതിന് ആൻസർ ചെയ്യും, ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഒക്കെ ഗ്രീറ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു അല്ലെ? അവര് ഫസ്റ്റ് വരുന്ന സ്ഥലം അല്ലേ? അവരെ വെൽക്കം ചെയ്യുന്നു. പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഒക്കെ വെൽക്കം ചെയ്യുന്നു, അവരെ സ്വീകരിക്കുന്നു. ആൻഡ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് ഇൻ എ പ്രൊഫഷണൽ ആൻഡ് ടൈംലി മാനർ. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലും സമയബന്ധിതമായിട്ടും അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നു. ഓക്കെ, കിട്ടിയോ അവിടെ ക്ലറിക്കൽ ടാസ്കുകൾ ഏതൊക്കെയാന്നുള്ളത്? He or she is responsible for basic clerical tasks such as എന്തൊക്കെയാണ്? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആൻസറിംഗ് ഫോൺ കോൾസ്, greeting patients and visitors, scheduling appointments in a professional and timely manner.
ഫോൺ കോളുകൾക്ക് ആൻസർ ചെയ്യുന്നു, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും സ്വീകരിക്കുന്നു, അവരെ വെൽക്കം ചെയ്യുന്നു, അപ്പോയിന്റ്മെന്റുകൾ എന്ത് ചെയ്യുന്നു, ഷെഡ്യൂൾ ചെയ്യുന്നു. സമയബന്ധിതമായിട്ടും കറക്റ്റ് ടൈമിങ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അതല്ലേ നമ്മൾ വിളിക്കുന്ന പേഷ്യൻസിന് ഇന്ന ടൈമിൽ എത്താൻ പറഞ്ഞ ആ ഒരു ടൈമും കൂടി നമുക്ക് നമ്പറും തരും, അതുപോലെ ടൈമും കൂടി പറയും അല്ലെ? ആ ടൈംലി മാനർ, സമയബന്ധിതമായിട്ട് നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തോ അത്? അണ്ടർലൈൻ ചെയ്തില്ലേ ആ സെന്റൻസ്? ഇനി most medical receptionists work in a physician office, dentist office, hospital or other medical facility. അപ്പൊ ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് എവിടെയൊക്കെ വർക്ക് ചെയ്യാം? എവിടെയൊക്കെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും? ഫിസിഷ്യൻ ഓഫീസ്, ഫിസിഷ്യൻ ഡോക്ടറിന്റെ ഓഫീസില്, ഡെന്റിസ്റ്റ് ഓഫീസ്, ഡെന്റിസ്റ്റിന്റെ ഓഫീസില്, ഹോസ്പിറ്റലില്, മറ്റുള്ള മെഡിക്കൽ ഫെസിലിറ്റിയിലൊക്കെ ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് വർക്ക് ചെയ്യാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. അപ്പൊ എവിടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞേ? ഫിസിഷ്യൻ ഓഫീസ്, ഡെന്റിസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റി. ഇവിടെ എല്ലായിടത്തും അവർക്ക് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് വർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ നമുക്ക് ഈ ഒരു ജോബ് വന്ന ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്തുണ്ട്? ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെ? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഒരു അവസരമുണ്ട്. അവർക്ക് ഈ ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യാം. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫിസിഷ്യൻ ഓഫീസ്, ഡെന്റിസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റി. ഇനി അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ സ്മോളർ offices, medical receptionist will be responsible for both the administrative and clerical duties. ഇനി ചെറിയ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്താ റെസ്പോൺസിബിൾ, ഉത്തരവാദിത്വമുണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്യണം? both the administrative and clerical duties. ഉണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഡ്യൂട്ടീസും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ ചെറിയ ഹോസ്പിറ്റൽ അല്ലേ? അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാഫുകളൊക്കെ വേണ്ടി വരുമല്ലോ. ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയും ചെയ്യേണ്ടി വരും, ക്ലിനിക്കൽ ഡ്യൂട്ടീസും ചെയ്യേണ്ടി വരും. അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. സ്മോളർ ഹോസ്പിറ്റൽ ആണെങ്കിൽ, ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഡ്യൂട്ടീസും ചെയ്യണം, ക്ലറിക്കൽ ഡ്യൂട്ടീസും ക്ലിനിക്കൽ ഡ്യൂട്ടീസും ചെയ്യണം. ഓക്കെ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും ചികിത്സാ സംബന്ധമായിട്ടുള്ള ഡ്യൂട്ടീസും ചെയ്യണം. അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇനി ഈ ലാർജ് ഓഫീസേഴ്സ്, ഇനി വലിയ വലിയ ഓഫീസുകൾ, അത് വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ രണ്ടും ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? വലിയ ഹോസ്പിറ്റലാണ്, അപ്പൊ അവിടെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ രണ്ടും ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ? ലാർജർ ഓഫീസേഴ്സ് they may only responsible for administrative or clerical duties or clinical duties. രണ്ടും പറയാട്ടോ. അപ്പൊ ഈ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, അവര് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഒന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ചെയ്താൽ മതി, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ് അവർക്ക് ചെയ്താൽ മതിയാവും. അതായത് രണ്ടിനും വലിയ ഹോസ്പിറ്റൽ അല്ലേ, അപ്പൊ രണ്ടും ഒരാള് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്താൽ മതി. അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്യാനും വേറെ വേറെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, the position is referred to as a medical office assistant, medical assistant, receptionist or healthcare administrative profession. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഏതൊക്കെ പൊസിഷൻ നിർവഹിക്കാം? ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഏതൊക്കെ പൊസിഷൻ നിർവഹിക്കാം? എവിടെയൊക്കെ ഏതൊക്കെ പൊസിഷനിൽ നിൽക്കാൻ പറ്റും? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. ഇത്രയും പൊസിഷൻ അവർക്ക് നിർവഹിക്കാൻ പറ്റും.
ഓക്കെ. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ടത് നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് എ പേഴ്സൺ ഹു വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് എഴുതാം. ആ സെന്റൻസ് നോട്ട് ചെയ്തിടാം. പിന്നെ അവർക്കുടെ ഉത്തരവാദിത്വം എന്താണ്? ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിന്റെ ക്ലറിക്കൽ ടാസ്ക് വരുന്ന ഏതൊക്കെയാണ് അത് നോട്ട് ചെയ്തിടണം. പിന്നെ അടുത്തത് നമുക്ക് അവർക്ക് എവിടെയൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് എവിടെയൊക്കെ വർക്ക് ചെയ്യാം അത് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് അവർക്ക് ഏതൊക്കെ പൊസിഷൻ നിർവഹിക്കാം, ലാസ്റ്റ് ആ പാരഗ്രാഫിന്റെ ലാസ്റ്റും അണ്ടർലൈൻ ചെയ്തിടുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട്, മെഡിക്കൽ അസിസ്റ്റന്റ് ആയിട്ട്, റിസപ്ഷനിസ്റ്റ് ആയിട്ട്, ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ ആ ഒരു പൊസിഷനും അവർക്ക് നിർവഹിക്കാം. ഇനി അടുത്ത് നോക്കിയേ, മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. കുറെ ഉണ്ട് കേട്ടോ, ഒരു 10-24 പോയിന്റോളം ഉണ്ട്. എല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആരും ബൈഹാർട്ട് ചെയ്യണ്ട. ഇതിന്റെ ഡ്യൂട്ടീസ് നമുക്ക് എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെ കാര്യങ്ങൾ കുറെയൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ് പിന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. പ്രധാനപ്പെട്ട ജോബ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി. ഒരു ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ജോബ്സ്, ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റീസ്. ഒന്നാമത്തെ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, welcome and greets all patients and visitors personally or over the phone. പറഞ്ഞത് തന്നെയല്ലേ? എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡ്യൂട്ടി എന്താ? ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസോ വിസിറ്റേഴ്സോ ആദ്യം ചെല്ലുമ്പോൾ ഫസ്റ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്കുടെ ഒരു ഡ്യൂട്ടി എന്താ? അവരെ വെൽക്കം ചെയ്യുക, അല്ലെ? അവരെ സ്വീകരിക്കുക, ട്രീറ്റ് ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുക, അവരെ നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുക. വെൽക്കം ആൻഡ് ഗ്രീറ്റ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. എങ്ങനെയാ? പേഴ്സണലി, വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഓവർ ദ ഫോൺ, അല്ലെങ്കിൽ ഫോണിലൂടെയോ. അപ്പൊ ഫോണിലൂടെയൊക്കെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വിളിക്കൂലേ? അപ്പോ നമുക്ക് അവരെ ഹോസ്പിറ്റലിലേക്ക് വെൽക്കം ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ പേഷ്യൻസിനെയോ വിസിറ്റേഴ്സിനെയോ വെൽക്കം ചെയ്യാം. ഒന്നാമത്തെ ഡ്യൂട്ടി കിട്ടിയോ? ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണോ? ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യണതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്നൊക്കെ ചോദിച്ചാല് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റൂലേ? ഓപ്ഷൻ അവിടെ ഉണ്ട്. നമുക്ക് ഓപ്ഷൻ നിങ്ങളുടെ ആൻസറിൽ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. ഇനി ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണോ? ഈ പോയിന്റ് കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റൂലേ? ക്ലിയർ അല്ലേ? ഡ്യൂട്ടി ആണോ? ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ വന്നതാണോ വെൽക്കം? ഒന്നാമത്തെ പോയിന്റ് വെൽക്കം ചെയ്യുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെ? അപ്പൊ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി പോവാട്ടോ ഓരോന്നും. ഫസ്റ്റ് എന്താ പറഞ്ഞ? പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും പേഴ്സണൽ ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ വെൽക്കം ചെയ്യുക. ഇനി സ്വാഗതം ചെയ്യുക, അഭിവാദ്യം ചെയ്യുക. അടുത്ത് നോക്കിയേ, സെക്കൻഡ് പോയിന്റ്, ദ റിസപ്ഷനിസ്റ്റ് ഈവൻ ഇഫ് you can't verbally greet the patients, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു വെൽക്കം ചെയ്യാന്ന് പറഞ്ഞു. ഇനി the receptionist, if you can't verbally greet the patients, ഇപ്പൊ വാക്കാല് നമുക്ക് അവരെ ഇങ്ങനെ വെൽക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് തിരക്കൊക്കെയാണ്, ഇപ്പൊ ഓൾറെഡി 2-3 പേര് അവര് റിസപ്ഷനിൽ വെയിറ്റിംഗിന് അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴായിരിക്കും ഒരു പേഷ്യന്റ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ഇവരെ മറികടന്നിട്ട് നമുക്ക് വെൽക്കം ചെയ്യാനോ ഒക്കെ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് അപ്പൊ നമുക്ക് എന്താ, വെർബലി നമുക്ക് വാക്കാൽ അവരെ വെൽക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യണം? അവര് കയറി വരുമ്പത്തേക്കും കണ്ണുകൾ കൊണ്ട് കണ്ടോ, നമുക്കൊരു ഐ കോണ്ടാക്ട് വേണം. നമുക്ക് എന്താ പറയാ, ഒന്ന് നോക്കണേ കുഴപ്പമില്ലല്ലോ. നമുക്ക് വാക്കാൽ അവരോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന ഇതിനകത്ത് അല്ലെങ്കിലും കണ്ണുകൊണ്ട് നമ്മൾ അവരെ ഒരു കോണ്ടാക്ട്, ഐ കോണ്ടാക്ട് വേണം. എന്നിട്ട് എന്ത് വേണം? നമുക്ക് ലെറ്റ്സ് ദം നോ യു ആർ അവെയർ ഓഫ് ദെയർ പ്രസൻസ്. നിങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ കണ്ടു. നമ്മൾ കണ്ണുകൊണ്ട് പറയൂലേ, അല്ലേ? കണ്ണുകൊണ്ട് പറയൂലേ? സ്കൂളിലൊക്കെ പഠിച്ചപ്പോ ടീച്ചേഴ്സ് വർത്താനം പറയണവർക്കിടെ പേര് എഴുതി വെക്കുമെന്ന് പറയാം. അപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കൈ കൊണ്ടൊക്കെ വർത്താനം പറയാറില്ലേ? ഇല്ലേ?
കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കും അല്ലെ? അതുപോലെ റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യണം? കണ്ണുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ കണ്ടു, നിങ്ങൾ വന്നത് ഞങ്ങൾ കണ്ടു എന്ന് കണ്ണുകൊണ്ട് എന്ത് ചെയ്യണം? അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വേണം. ആൻഡ് വിൽ ഗെറ്റിംഗ് ദം ടു ആസ് സൂൺ ആസ് പോസിബിൾ. എന്താ പറഞ്ഞേക്കണേ? അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്തത് ഞങ്ങള് വിളിക്കാം എന്നുള്ള രീതിയിൽ അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് വേണം. കിട്ടിയോ? കഴിയുന്നത്ര വേഗം തന്നെ നിങ്ങൾ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കാം എന്നുള്ളത് കണ്ണുകൾ കൊണ്ട് തന്നെ അവരെ എന്താ പറയാ നമ്മളൊന്ന് ഡീൽ ചെയ്യണം. ഓക്കെ, അങ്ങനെയായാലും മതിയല്ലോ. നമ്മൾ ചെല്ലുമ്പോ കണ്ണുകൊണ്ട് കണ്ടു, നിങ്ങൾ അവിടെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യൂ, പെട്ടെന്ന് തന്നെ അടുത്തത് നിങ്ങളെ വിളിക്കാം എന്നുള്ള രീതിയിൽ അവരോട് ഒരു കോണ്ടാക്ട് വേണം. കിട്ടിയോ? ഇങ്ങനെയൊക്കെ ചെയ്യോ? ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യോ? അതിനുവേണ്ടി നമ്മൾ ഇത് പഠിക്കണേ. ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ വെൽക്കം ചെയ്യണം. ഇപ്പൊ വെർബലി നമുക്ക് വെൽക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കണ്ണുകൊണ്ട് അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വേണം. അടുത്ത നിങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ കണ്ടു, നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ, അടുത്തത് നിങ്ങളെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളെ വിളിക്കാം എന്നുള്ളത് ഓക്കെ ഷുവർ ആയിട്ടും ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഇത് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടും എടുക്കണം കേട്ടോ. ഓക്കെ, അടുത്തത്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യും നിങ്ങൾ അല്ലെ? ഇനി അടുത്തത് നമ്മൾ നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യന്റ്, prospective patients and visitors in courteous manner. എന്താ പറഞ്ഞേക്കണേ? റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യൻസ്. പേഷ്യൻസിന്റെ അന്വേഷണങ്ങളോട് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എന്താ പറഞ്ഞേക്കുന്നേ? പേഷ്യന്റിന്റെ അന്വേഷണങ്ങൾ, അവരെന്തെങ്കിലും നമ്മളോട് ചോദിക്കുവാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും എൻക്വയറി നടത്തുവാണെങ്കിൽ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മൾ പിന്നെ പറയാം, അല്ലെ ഞങ്ങൾക്ക് തിരക്കാണ്, നിങ്ങൾ അവിടെ ഇച്ചിരി ഇരിക്കുക, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം? അതിന് റെസ്പോണ്ട് ചെയ്യണം. അവരുടെ അന്വേഷണങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. പിന്നെ നോക്കിയേ, പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻ courteous manner. എങ്ങനെയാണ്? മാന്യമായ രീതിയിൽ അവരോട് റെസ്പോണ്ട് ചെയ്യണം. ഇനി വരാൻ പോകുന്ന, ഇപ്പൊ എൻക്വയറി നടത്തുന്ന പേഷ്യൻസ് ആവട്ടെ, ഇനി ഹോസ്പിറ്റലിലേക്ക് വരാൻ പോകുന്ന പേഷ്യൻസ് ആവട്ടെ, വിസിറ്റേഴ്സ് ആവട്ടെ, ഇവരോട് എല്ലാവരോടും എങ്ങനെ സംസാരിക്കണം? നല്ല മാന്യമായ രീതിയിൽ സംസാരിക്കണം. ഓക്കെ, അപ്പൊ ദേഷ്യമുള്ളവരൊക്കെ ദേഷ്യമൊക്കെ മാറ്റിക്കോട്ടോ. ഓക്കെ, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനുള്ള അതാണ് ഫസ്റ്റ് നമ്മൾ വേണ്ടത് അല്ലെ? നമ്മളൊരു ഹെൽപ്പിംഗ് മൈൻഡ് ആയിരിക്കണം. നമ്മുടെ മനസ്സൊക്കെ ദേഷ്യമുള്ളവരൊക്കെ ദേഷ്യമൊക്കെ മാറ്റി നമ്മളൊരു സർവീസ് അല്ലേ ഹോസ്പിറ്റലില് അല്ലെ? ഒരു സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ഓക്കെ, ദേഷ്യമുള്ളവരൊക്കെ ഉണ്ടാവും കൂട്ടത്തില്, ഭയങ്കര ദേഷ്യമുള്ളവരൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഇപ്പൊ പറയില്ല അല്ലെ? കുഴപ്പമില്ല, എന്തായാലും അങ്ങനെയുള്ളവർ അവരവർക്ക് അറിയാലോ. അപ്പൊ ദേഷ്യമൊക്കെ മാറ്റി ഒരു സർവീസ് മൈൻഡ് നമ്മൾ വെക്കണം. അപ്പൊ എന്ത് അന്വേഷിച്ച് വന്നാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് മാന്യമായ രീതിയിൽ തന്നെ സംസാരിക്കണം. റെസ്പോണ്ട് ചെയ്യണം. അടുത്തത് നോക്കിയ നെക്സ്റ്റ് പോയിന്റ്, ഫോർത്ത് വൺ. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾ, സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച്. ഹോസ്പിറ്റലിലെ നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പ്രോട്ടോകോൾസ് ഉണ്ടല്ലോ, അതനുസരിച്ച് തന്നെ പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. സ്ഥാപിതമായിട്ടുള്ള നിയമങ്ങള്, പ്രോട്ടോകോൾ അനുസരിച്ച് പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യണം. അടുത്ത് നോക്കിയേ, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ് ഡെമോഗ്രാഫിക് എന്ന് വെച്ചാൽ ജനസംഖ്യ. ഡെമോഗ്രാഫിക്സ് ജനസംഖ്യ. Demographics by collecting detailed patient information that includes personal and financial information. എന്താ? പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ ഇൻഫർമേഷൻസ്,
പേഴ്സണൽ ആയിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, സാമ്പത്തികമായിട്ട് ഒത്തിരി പൈസ ഉള്ളവരാണോ, തീരെ അല്ലെങ്കിൽ വളരെ ലോ ആയിട്ടുള്ളവരാണോ, മീഡിയം ആണോ, അങ്ങനെ അവരുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. അതാണ് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ്. പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. എക്സിസ്റ്റിംഗ് നിലവിലുള്ള പേഷ്യൻസിനെ അപ്ഡേറ്റ് ചെയ്യുക, അവരെ പുതുക്കുക, അവരെ നവീകരിക്കുക. എങ്ങനെയാണ്? demographics by collecting detailed patient information that includes personal and financial information. ആ ഓരോ പേഷ്യന്റ് പേഴ്സണൽ ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങള് അതിന്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ നിലവിലുള്ള പേഷ്യൻസിനെ അവർക്കിടെ ഇപ്പൊ എത്ര പേഷ്യന്റ് ഇവിടെ ഉണ്ട് അല്ലെ, നിലവിൽ എത്ര പേഷ്യൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഇന്ന സെക്ഷനില്, ഇന്ന വാർഡില്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതിന് ആ ഒരു അവർക്കുടെ ഒരു പോപ്പുലേഷൻ, അവർക്കുടെ ഒരു ഡെമോഗ്രാഫിക് ജനസംഖ്യ അതിനെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് റെക്കോർഡും കാര്യങ്ങളും എല്ലാവരും ഓക്കെ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ പോയിന്റ്? അഞ്ചാമത്തെ പോയിന്റ്, അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ്. നിലവിലുള്ള പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അത് പേഴ്സണൽ ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് പേഷ്യന്റിന്റെ ഡീറ്റെയിൽ, എക്സിസ്റ്റിംഗ് നിലവിലുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പുതുക്കുക. അടുത്ത നോക്കി ആറാമത്തെ പോയിന്റ്, അസിസ്റ്റ് patient to complete all necessary forms and documentation including medical insurance. എന്താ പറഞ്ഞേക്കുന്നേ, മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റേഷൻ ഫോംസുകള് അത്യാവശ്യമായിട്ടുള്ള ഫോംസുകളും ഡോക്യുമെന്റേഷനും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പേഷ്യന്റിനെ സഹായിക്കുക. ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പല ഫോമുകളും അല്ലെ, ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പല ഫോമുകളും അതുപോലെ അത് സംബന്ധിച്ചുള്ള ഡോക്യുമെന്റുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യണ്ടേ, അത് ഫില്ല് ചെയ്യാൻ. ഇപ്പൊ ചിലർക്കൊക്കെ എല്ലാരും ഫില്ല് ചെയ്യാനൊന്നും അറിയണമെന്നില്ല അല്ലെ. അപ്പൊ നമ്മളോട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് അവരെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ മാറി പിന്നെ ആവട്ടെ, ഞങ്ങൾ ഇത്ര തിരക്കാണ്, നിങ്ങൾ വേറെ ആരോടെങ്കിലും പറയൂ, അങ്ങനെയൊന്നും അവിടെ പറയാൻ പാടില്ല. എന്താ, അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഏത് മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പേഷ്യന്റിന് അത്യാവശ്യമായിട്ടുള്ള ഫോമുകളും ഡോക്യുമെന്റേഷനും കംപ്ലീറ്റ് ചെയ്യാൻ പേഷ്യന്റിനെ സഹായിക്കുക. അസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സഹായിക്കുക. ആറാമത്തെ പോയിന്റ് ആട്ടോ ഇത്. ഇവിടെ നമ്പർ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഓരോ ഇതാ കൊടുത്തേക്കുന്നത്, ബുള്ളറ്റ് സ്റ്റൈലാ കൊടുത്തേക്കുന്നത്. ആറാമത്തെ പോയിന്റ് കിട്ടിയോ? പോയിന്റ് ക്ലിയർ ആണോ? അസിസ്റ്റ് പേഷ്യന്റ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, അടുത്ത നോക്കിയേ, എൻഷുർ പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. നോക്കിയേ, എൻഷുർ പേഷ്യന്റ് ടു കംപ്ലീറ്റ്, എന്താ, അവരെ കംപ്ലീറ്റ് ആക്കാനായിട്ട് എന്ത്, ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. സെയിം തന്നെയാണ്, മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോംസുകളും അതിൻ്റെതായ പേപ്പറുകൾ ഉണ്ടല്ലോ, ഡോക്യുമെന്റുകളും ഒക്കെ കംപ്ലീറ്റ് ആയി എന്ന് കംപ്ലീറ്റ് ആക്കാൻ സഹായിക്കുക എന്ന് പറഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ ഇവിടെ എന്താ പറയാ, എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക, അവരത് ഫുള്ള് ഫില്ല് ചെയ്തോ, അവരത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയോ എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോ അവര് നോക്കാറില്ലേ അല്ലെ, വായിച്ചു നോക്കാറില്ലേ, എല്ലാ കോളവും ഫില്ല് ചെയ്തോ? അത് നമ്മൾ അതിൽ പിന്നെ അവര് പകുതി ഫില്ല് ചെയ്തൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആയിട്ട് നടക്കൂല. അപ്പൊ നമ്മൾ എന്ത് ഫോം ആണെങ്കിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോ അവര് ചെക്ക് ചെയ്യാറില്ലേ, ചെക്ക് ചെയ്ത് നോക്കാറില്ലേ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കിയിട്ട് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഫില്ല് ചെയ്യാൻ പറയാറില്ലേ? നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങൾ അങ്ങനെയുള്ള ഫോമുകളൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില ഇതുണ്ടല്ലോ,
ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ഡെന്റൽ ലാബിൽ തന്നെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് പാസ്റ്റ് എന്തെങ്കിലും ഇതുണ്ടോ, മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറയും നമ്മളോട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഫോമുകളൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ്, അവർക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെയുള്ള ഫോമുകളും ഡോക്യുമെന്റേഷനും കംപ്ലീറ്റ് ആണോ എന്ന് ഉറപ്പാക്കുക. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക കേട്ടോ, എൻഷുർ ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ, ഇൻഫോം പേഷ്യൻസ്. അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് 8ാമത്തെ പോയിന്റ് കേട്ടോ. എൻഷുർ പേഷ്യൻസ് ഇൻഫർമേഷൻ ഇൻ accurate including billing information. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ, ഉറപ്പുവരുത്തുക. പേഷ്യന്റ് ഇൻഫർമേഷൻ ഈസ് ആക്യുറേറ്റ്. ആക്യുറേറ്റ് എന്ന് വെച്ചാൽ കൃത്യമാണ്, കൃത്യത. ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് ഇൻഫർമേഷൻ, ബില്ലിംഗ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കൃത്യമാണെന്ന് ഉറപ്പാക്കുക. ഇപ്പൊ നമുക്ക് ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ആ ബില്ലൊക്കെ വെക്കേണ്ടി വരും അതിന്റെ കൂട്ടത്തിൽ അല്ലെ. ബില്ലൊക്കെ, ബില്ലിങ്ങും കൂടി ഉൾപ്പെടെയുള്ള ഓരോന്ന് ചെയ്ത, ടെസ്റ്റ് ചെയ്ത, സ്കാൻ ചെയ്ത, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ബില്ലുകളും കൂടി അതിന്റെ കൂട്ടത്തിൽ ഈ ഇൻഷുറൻസ് കിട്ടാനായിട്ട് വെക്കേണ്ടി വരും. അപ്പൊ എന്താ പറയാ, ക്ലൈമുകള് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബില്ലും വേണം. ബില്ലിംഗ് ഉൾപ്പെടെയുള്ള പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആണ്, കൃത്യമാണെന്ന് അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുക. അടുത്ത നോക്കിയേ, 9ാമത്തെ പോയിന്റ് കേട്ടോ. ഇൻഫോം പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസി. ഇൻഫോം പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയർ ആൻഡ് പോളിസി. മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയറുകൾ, നമ്മൾ പല ഓഫീസിൽ നമ്മൾ പല പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടുത്തെ പോളിസികൾ, ഇതെല്ലാം പേഷ്യന്റിനെ എന്ത് ചെയ്യുക, ഇൻഫോം ചെയ്യുക, അറിയിക്കുക. ഇൻഫോം പേഷ്യൻസ്, അപ്പൊ ഓരോ മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയറുകള്, പോളിസികള്, ഇതെല്ലാം പേഷ്യന്റിനെ ഇൻഫോം ചെയ്യുക, പേഷ്യന്റിനെ അറിയിക്കുക. അടുത്ത 10ാമത്തെ പോയിന്റ്, മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റിന്റെ റെക്കോർഡുകള് മെയിൻറ്റെയിൻ ചെയ്യുക, അത് മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക, പരിപാലിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുക. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ പരിപാലിക്കുക, മാനേജ് ചെയ്യാന്ന് വെച്ചാൽ അത് കൈകാര്യം ചെയ്യുക. ഓക്കെ, പേഷ്യന്റിന്റെ റെക്കോർഡുകള് മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക. ക്ലിയർ ആയോ? 10 പോയിന്റ്, ആദ്യത്തെ 10 പോയിന്റ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയോ നോക്കി. ഒന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞേ, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും പെട്ടെന്ന് പറയാം കേട്ടോ. പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും നമ്മൾ വെൽക്കം ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുക, എന്നിട്ട് നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയോ. പിന്നെ നമ്മൾ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നേരിട്ട് അവരോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും, വരുന്ന പേഷ്യൻസിനെ വെൽക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കണ്ണുകൾ കൊണ്ട് അവരുടെ പ്രസൻസ് നമ്മൾ അറിയണം. നമ്മൾ അറിയുകയും അവരെ അടുത്തത് നെക്സ്റ്റ് നിങ്ങളെ വിളിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കും എന്നുള്ളത് ആ ഒരു ഇത് കണ്ണുകൾ കൊണ്ട് തന്നെ അവരെ അറിയിക്കുക. പിന്നെ എന്താ പറഞ്ഞേക്കണേ, എൻക്വയറീസ് ബൈ പേഷ്യന്റ്. പേഷ്യൻസിന്റെ എൻക്വയറി, അന്വേഷണങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക. പോകുന്ന പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഇവരോട് എല്ലാവരോടും മാന്യമായ രീതിയിൽ പെരുമാറുക. സ്ഥാപിതമായ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് തന്നെ പേഷ്യൻസിനെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ന്യൂ പേഷ്യൻസ്, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ്. അടുത്ത് നോക്കിയേ, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ്, പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ നിലവിലുള്ള പേഷ്യൻസിനെ പേഴ്സണൽ ആയിട്ടുള്ള, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ അവരെ എന്ത് ചെയ്യുക, നവീകരിക്കുക, അപ്ഡേറ്റ് ചെയ്യുക, അവരെ പുതുക്കുക. പിന്നെ അടുത്തത്, എല്ലാ ഫോമുകളും ഡോക്യുമെന്റേഷനും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അടുത്തത്, ഫോംസുകളും പേഷ്യൻസിന് ആവശ്യമായ മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഫോംസുകളും ഡോക്യുമെന്റേഷനും കംപ്ലീറ്റ് ആയി എന്ന് ഉറപ്പുവരുത്തുക. പേഷ്യന്റ് എല്ലാം കൃത്യമായിട്ട് ചെയ്തു എന്ന് ഉറപ്പാക്കുക. പിന്നെ അടുത്ത, ബില്ലിംഗ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കൃത്യത
ഇൻഫർമേഷൻസിന്റെ കൃത്യത ഉറപ്പുവരുത്തുക. പിന്നെ അടുത്തത് പുതിയ പേഷ്യൻസിനെ ഇൻഫോം ചെയ്യുക. എന്താണ്? മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയർ ആൻഡ് പോളിസീസ്. മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയറും പോളിസികളും പുതിയ നമ്മള് എന്താണ് പേഷ്യൻസിനെ അറിയിക്കുക. ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന പോളിസികൾ അവിടുത്തെ പ്രൊസീജിയർ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ പേഷ്യന്റിനെ അറിയിക്കുക. പിന്നെ പേഷ്യന്റിന്റെ റെക്കോർഡ് മാനേജ് ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക. കിട്ടിയോ? 10 പോയിന്റ് ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി ഇത് കണ്ട ഐഡന്റിഫൈ ചെയ്യൂല്ലേ എല്ലാവരും? ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ. മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ് ആസ് ഷെഡ്യൂൾഡ്. കണ്ടോ? ഈ പേഷ്യന്റിനെ എങ്ങനെ മൂവ് ചെയ്യിക്കണം? ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആർ ഷെഡ്യൂൾഡ്. ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റ്സിലൂടെ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കണം. ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഇപ്പൊ അവർക്കുടെ ഓരോ സമയവും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടേഴ്സിനെ കാണുന്നൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഡോക്ടറിനെ കണ്ടു, പിന്നെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവാ, സ്കാനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ട് തിരിച്ച് നമ്മൾ ഇതാക്കണം, പിന്നെ ഫാർമസി മരുന്ന് മേടിക്കണം, അങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിനെ അവർക്കുടെ അപ്പോയിന്റ്മെന്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ, അവർക്ക് അതായത് ആ ഹോസ്പിറ്റലിന്റെ ഷെഡ്യൂളിലൂടെ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ്. നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാവുമല്ലോ, ഓരോ സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് ഇതിലേക്ക്, അത് കഴിഞ്ഞാൽ അടുത്തത് ഇതിലേക്ക്. അപ്പൊ അങ്ങനെ അതായത് ഹോസ്പിറ്റലിന്റെ ഷെഡ്യൂൾ പ്രകാരം, അവരുടെ ഷെഡ്യൂൾ പ്രകാരം പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കുക. കണ്ടോ? മൂവ് പേഷ്യന്റ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആ ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റിനെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം പേഷ്യന്റിനെ മൂവ് ചെയ്യുക. മനസ്സിലായില്ലേ? ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ പേഷ്യന്റിനെ അപ്പോയിന്റ്മെന്റുകളിലൂടെ അവരെ മൂവ് ചെയ്യിക്കുക. അടുത്ത 12ാമത്തെ പോയിന്റ് നോക്കിയേ. ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ ബൈ notifying the provider the patient's arrival, being aware of delays and communicate with the patients and clinical staff. Okay, facilitate എന്ന് വെച്ചാൽ സുഗമമാക്കുക. ഫെസിലിറ്റേറ്റ് സുഗമമാക്കുക. എന്താണ്? ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ ബൈ നോട്ടിഫൈയിങ് ദ പ്രൊവൈഡർ ദ പേഷ്യൻസ് അറൈവൽ. പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ അത് പ്രൊവൈഡ് ചെയ്യുന്ന അതായത് ക്ലിനിക്കൽ സ്റ്റാഫ് ഒക്കെ ഇല്ലേ, ക്ലിനിക്കുകളൊക്കെ ഇല്ലേ. അപ്പൊ പേഷ്യന്റ് ഇപ്പൊ ഇന്ന സ്ഥലത്ത് ഡോക്ടർ കണ്ടു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് അവർക്കൊരു സ്കാനിങ് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ അത് നമുക്ക് എന്താ പറയാ, അത് പ്രൊവൈഡ് ചെയ്യുന്നവര് അല്ലെ, ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റ് വരുന്നുണ്ട് എന്നുള്ളത്, പേഷ്യന്റിന്റെ അറൈവല് അവരെ എന്ത് ചെയ്യണം? ഇൻഫോം ചെയ്യണം. എന്നാൽ അവർ അതിനുള്ള സജ്ജീകരണം ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ എന്താ പറയണേ? അപ്പൊ പേഷ്യന്റിന്റെ ഫ്ലോ, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു സർജറി പറയാണ്, അപ്പൊ ആ പേഷ്യന്റ് സർജറി ചെയ്യാൻ ചെല്ലുന്നതിന് മുന്നേ ആ തിയേറ്ററും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിരിക്കണ്ടേ അല്ലെ. അത് പ്രൊവൈഡ് ചെയ്യുന്നവര്, പ്രൊവൈഡറിന് പേഷ്യന്റിന്റെ അറൈവല് എന്ത് ചെയ്യുക? നമ്മള് അറിയിക്കുക. അപ്പൊ എന്താ പറയാ, പേഷ്യന്റ് ഫ്ലോ നമ്മള് സുഗമാക്കൂല. അവര് പിന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമ്മള് സ്കാനിങ് ചെയ്യാന് നമ്മള് ചെല്ലുമ്പോഴത്തേക്കും അതിപ്പോ ഇങ്ങനെ പേഷ്യന്റ് ഇന്ന ഇത് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം സജ്ജീകരിച്ച് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ പേഷ്യൻസ് ചെയ്യുമ്പോൾ വേഗം നമുക്ക് ഇത് കഴിയാൻ പറ്റും. നമ്മള് ചെന്നിട്ട് പറയുന്നതിനേക്കാളും ആ പേഷ്യന്റ് അവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു? അവരുടെ വരവ് ആ പ്രൊവൈഡറിനെ അറിയിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? ആൻഡ് ബീങ് അവെയർ ഓഫ് ഡിലേസ്. എന്തെങ്കിലും നമ്മള് കാലതാമസം ഡിലേ വരികയാണെങ്കിൽ, താമസം ഉണ്ടെങ്കിൽ അതും അതേക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കുക. പിന്നെ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ട് ആശയവിനിമയം നടത്തി, അതുപോലെ തന്നെ അവിടെയും പേഷ്യൻസും സ്റ്റാഫും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവിടുത്തെ കാര്യങ്ങൾ സുഗമമാക്കുക. അവർ തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷൻ നിലനിർത്താനും സഹായിക്കുക. ഫെസിലിറ്റേറ്റ് ചെയ്യുക, സുഗമമാക്കുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേഷ്യന്റ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. പേഷ്യന്റും ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയും നമുക്ക് പേഷ്യന്റിന്റെ ഫ്ലോ എന്ത് ചെയ്യുക? സുഗമമാക്കുക.
ഇതാണ് എത്രാമത്തെ പോയിന്റ്? അത് 12th പോയിന്റ് ആട്ടോ. 12ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? പേഷ്യന്റിന്റെ ഫ്ലോ സുഗമമാക്കുക. അതെങ്ങനെയാ? പേഷ്യന്റ് അവിടേക്ക് ചെല്ലുന്നതിന് മുന്നേ തന്നെ അവരുടെ വരവ് അവരുടെ അറിയിക്കുക. പിന്നെ അത് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് സമയം ഡിലേ വരും, അങ്ങനെ പേഷ്യൻസിന് ഒരു അവയർനെസ് കൊടുക്കുക, അവരെ ബോധവാന്മാരാക്കുക. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റും ഈ ക്ലിനിക്കൽ സ്റ്റാഫും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ആ പേഷ്യന്റിന്റെ ഫ്ലോ എന്ത് ചെയ്യാൻ പറ്റും? സുഗമമാക്കാൻ പറ്റും. ഇനി അടുത്ത നോക്കിയേ, 13ാമത്തെ പോയിന്റ്, ആൻസറിങ് ഇൻകമിങ് കോൾസ് ആൻഡ് ഡീൽസ് വിത്ത് എൻക്വയറീസ്. ഇനി ഇൻകമിങ് കോള്, വരുന്ന കോളുകള് ആൻസർ ചെയ്യുക. ആൻസറിങ് ഇൻകമിങ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് എൻക്വയറീസ്. എന്തെങ്കിലും അന്വേഷണമൊക്കെ ആയിട്ട് നമ്മുടെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ, ഇന്ന് ഡോക്ടർ ഉണ്ടാവോ, അല്ലെങ്കിൽ ഇന്ന ദിവസം നമുക്ക് ഇന്ന അപ്പോയിന്റ്മെന്റ്, നമുക്ക് ഈ സമയത്തിനുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടുമോ, അല്ലെങ്കിൽ ഏത് ഡോക്ടർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇന്ന ദിവസം സർജറി ഉണ്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്ന ഡോക്ടർ ഈ സമയം അവൈലബിൾ ആണോ, ഇങ്ങനെ എന്തെങ്കിലും എൻക്വയറികള് നമ്മൾ വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യുക? അതും അതിനും എന്ത് ചെയ്യുക? ആൻസർ കൊടുക്കുക. ഇൻകമിങ് കോള്, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അന്വേഷണങ്ങൾ എൻക്വയറി ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുക, ഡീൽ ചെയ്യുക. Answers the phone while maintaining polite. ഇനി എങ്ങനെ വേണം ആൻസർ ചെയ്യണം? എങ്ങനെയാ? എങ്ങനെ നമ്മൾ ആ ഫോൺ കോൾ ആൻസർ ചെയ്യണം? Answers the phone while maintaining polite. പൊളൈറ്റ് എന്ന് വെച്ചാൽ മര്യാദ, അല്ലെ? നമ്മൾ നല്ലൊരു മര്യാദ നിലനിർത്തിക്കൊണ്ട് തന്നെ. പിന്നെ കൺസിസ്റ്റന്റ് ഫോൺ മാനേഴ്സ്, മാറ്റമില്ലാത്ത, കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത, അതായത് നല്ല ഫോൺ മര്യാദകള് നമ്മള് പാലിക്കണം. യൂസിങ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്വിറ്റി. എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ മര്യാദ എന്ന് തന്നെയാണ് കേട്ടോ. ടെലിഫോൺ മര്യാദകൾ, പ്രോപ്പർ ആയിട്ടുള്ള ടെലിഫോൺ മാനേഴ്സ്, മര്യാദകൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അത് നമുക്കറിയാം. അപ്പൊ ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക, എൻക്വയറികൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഡീൽ ചെയ്യുക. അതെങ്ങനെ വേണം? നല്ല ഫോൺ, പ്രോപ്പർ ആയിട്ടുള്ള ടെലിഫോൺ മാനർ, അല്ലെങ്കിൽ പൊളൈറ്റ് കൊണ്ട് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മര്യാദയോട് കൂടി നമ്മൾ അതിന്റെ അവരെ ഡീൽ ചെയ്യുക. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, 14ാമത്തെ, ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്. ട്രാൻസ്ഫർ കോൾസ് ട്രാൻസ്ഫർ ചെയ്യുക ആസ് റിക്വയർഡ്, ആവശ്യാനുസരണം. അതായത് നമ്മളിപ്പോ ഒരു കോൾ വിളിക്കില്ലേ, ഇപ്പൊ നമ്മളൊരു ഒഫ്താൽമോളജിയിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റിന് കോള് വിളിക്കാം. അപ്പൊ നമ്മൾ ആദ്യം റിസപ്ഷനിലേക്കായിരിക്കും ആ കോള് പോകുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഇന്ന ആളാണ്, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ബുക്ക് ചെയ്യാനാന്ന് പറയുമ്പോൾ അവര് പറയും 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഒന്ന് കണക്ട് ചെയ്യട്ടെ എന്ന് പറയും. എന്നിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒഫ്താൽമോളജിയിലേക്ക് കണക്ട് ചെയ്ത് തരുന്നത്, അല്ലെ? നമ്മൾ ഡയറക്റ്റ് വിളിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കില്ല ചെല്ലുന്നത്, ആ റിസപ്ഷനിൽ വന്നിട്ട് അവര് കണക്ട് ചെയ്ത് തരിക. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക, കോളുകള് ട്രാൻസ്ഫർ ചെയ്യുക. മനസ്സിലായോ? ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്, ആവശ്യാനുസരണം കോളുകള് ട്രാൻസ്ഫർ ചെയ്യുക. അടുത്ത് നോക്കിയ കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്. കോപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡോക്ടറിന്റെ സന്ദർശനത്തിനോ അല്ലെങ്കിൽ കുറിപ്പടിയോ പോലുള്ള എന്തെങ്കിലും ഹെൽത്ത് സർവീസിന്, എന്തെങ്കിലും ആരോഗ്യ സേവനത്തിന് ഒരു പേഷ്യന്റ് മുൻകൂട്ടി അടയ്ക്കുന്ന ഫീസ്, മുൻകൂട്ടി നമ്മള് ആ മെഡിക്കൽ സർവീസിന് നമ്മൾ മുൻകൂട്ടി അടയ്ക്കുന്ന ക്യാഷാണ് കോപ്പേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പേയ്മെന്റുകൾ, ബില്ലുകളൊക്കെ ഇല്ലേ, അതൊക്കെ കളക്ട് ചെയ്യുക. കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്. ഡോക്ടറുടെ സന്ദർശനത്തിനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷനോ ഒക്കെ തരുമ്പോൾ നമ്മള് എന്താ പറയാ, അവര് നൽകുന്ന ആ സർവീസിന് നമ്മൾ മുൻകൂട്ടി അടയ്ക്കുന്ന ഫീസാണ് കോപ്പേ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സാധാരണ പേയ്മെന്റുകൾ, ഓരോ ബില്ല് വരൂലേ, ബില്ല് വന്നതിന് ശേഷം നമ്മൾ അടയ്ക്കൂലേ, വലിയ ബില്ലുകളാകാം ചെറിയ ചെറിയ ബില്ലുകളാകാം, അതൊക്കെ കളക്ട് ചെയ്യുക. പിന്നെ അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് 16, 16ാമത്തെ പോയിന്റ് ആട്ടോ. ഇവിടെ നമ്പർ ഇട്ടിട്ടില്ല, ഇതുള്ളൂ, നോക്കാം. റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിതി വിവര കണക്കുകൾ. നമ്മൾ ആവശ്യാനുസരണം ഓരോ ഇതും നമുക്ക് കണക്കുകള് എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കണക്കുകളും കാര്യങ്ങളും ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്തും ഒക്കെ ആയിട്ടും എന്താണ് അവിടുത്തെ സ്ഥിതി വിവര കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ടെസ്റ്റ്,
scan and outside appointments for the patients. Okay, ഷെഡ്യൂൾ ചെയ്യുക ഹോസ്പിറ്റലിലെ അഡ്മിഷൻസ്, ടെസ്റ്റുകള്, സ്കാൻ ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ്, പുറമേ നിന്ന് ഉള്ള എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലോ പേഷ്യൻസിന്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. എന്നിവ ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, schedule hospital admission, test, scan and outside appointments for the patient. നമുക്ക് പുറമേ നിന്നുള്ള എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, പുറത്തേക്കാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ കൊടുക്കൂലേ, നമ്മുടെ ഇപ്പൊ അവിടെ ഇല്ല വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ടെസ്റ്റിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സിനോ ഒക്കെ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് 18ാമത്തെ പോയിന്റ് ആണ് obtain external medical reports as required by medical professional. മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ആവശ്യമായിട്ടുള്ള എക്സ്റ്റേണൽ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുക. ഒബ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ലഭ്യമാക്കുക. ഇതാണ് എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട്സ് ആസ് റിക്വയർഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. ഇപ്പൊ മെഡിക്കൽ പ്രൊഫഷണൽ റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും പുറത്തു നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ആവശ്യമാണെങ്കിൽ അത് ലഭ്യമാക്കുക. obtain external medical reports as required by medical professional. മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ആവശ്യമായിട്ടുള്ള പുറത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് obtain ചെയ്യുക, ലഭ്യമാക്കുക. respond and complete to request for information. റെസ്പോണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, അതിനോട് പ്രതികരിക്കുക അല്ലെ. ആൻഡ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി കൊടുക്കുക അല്ലെങ്കിൽ അനുസരിക്കുക. ദ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, എന്തെങ്കിലും വിവരങ്ങൾക്കായിട്ട് എന്തെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുക, അത് എന്ത് ചെയ്യുക, നടത്തി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ ഉണ്ടോ എന്ന് നമ്മളോട് റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, പ്ലീസ് ഒന്ന് പറയോ ഈ ഡിപ്പാർട്ട്മെന്റിൽ സെക്ഷൽ ഡോക്ടർ ഉണ്ടോ എന്നൊക്കെ എന്തെങ്കിലും ഇൻഫർമേഷൻ ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ ഈ സമയത്ത് അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നമ്മൾ അതിനോട് പ്രതികരിക്കുക. അത് അവർക്ക് എന്റെ ആവശ്യാനുസരണം ആ കാര്യം നടത്തി കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, നടത്തി കൊടുക്കുക. അടുത്ത നോക്കിയ ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്, അതായത് നമുക്ക് എന്തെങ്കിലും ഈ എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ലേ, പോസ്റ്റുകൾ, എന്തെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ട ലെറ്ററോ അല്ലെങ്കിൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഡീൽ ചെയ്യുക. ഇങ്ങോട്ട് വരുന്നതാകാം, നമ്മൾ അയക്കുന്നതാകാം. ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് അത് ഡീൽ ചെയ്യുക. ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലെറ്റേഴ്സ് വേറെ സ്ഥലങ്ങളിലേക്ക് കൊടുക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ഇൻകമിങ് ലെറ്റേഴ്സ് ഒക്കെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ, അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ, ഏതെങ്കിലും കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഡീൽ ചെയ്യുക. 20ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കേട്ടോ, 20 വരെ. ഓക്കെ, പോയിന്റ്സ് ക്ലിയർ ആണോ? ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ, ഇനി അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ക്ലിയർ ആണോ? കുഞ്ഞു പോയിന്റ് അല്ലേ? ഓക്കെ ആണോ നോക്കി. ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ നിങ്ങളത്. ഇനി നോക്കിയേ 21 നോക്കിയേ, 21ാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻ. അസൈൻ ചെയ്യാന്ന് വെച്ചാൽ നിയോഗിക്കുക. ക്ലറിക്കൽ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് നിയോഗിച്ചിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അവർക്ക് നിയോഗിച്ചിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് അത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അടുത്ത നോക്കി, രണ്ടാമത്തെ പോയിന്റ് ആണ് 22. മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ്. ഫോംസുകളുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സർജറിക്ക് ആവട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഫോം തരും. നമുക്ക് എന്താ അലർജി ഉണ്ടോ, നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഇതെല്ലാം കാര്യം നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു ഫോം നമുക്ക് തരാറില്ലേ? അപ്പൊ അത് നമ്മൾ ചെല്ലുമ്പോൾ ഫോം ഇല്ലാതെ തീർന്നു എന്ന് പറയാൻ പറ്റുമോ? അവിടെ എപ്പോഴും എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഫോമുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, പരിപാലിക്കുക.
നിലനിർത്തുക. മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസിന്റെ സ്റ്റോക്ക് നിലനിർത്തുക. ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expensing inventory needs, placing orders and monitor office equipments. എന്താ പറഞ്ഞേക്കുന്നത്? ഫോമുകളുടെ സ്റ്റോക്ക് നിലനിർത്തുക. പിന്നെ എന്താണ്? ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately. നമ്മൾ എങ്ങനെ വേണം? എക്സ്പെക്ടിങ് ഇൻവെന്ററി നീഡ്സ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വിവര പട്ടികകള്. ആ ഒരു നമ്മൾ ഓരോന്നിന്റെയും എത്ര ടേബിൾ ഇത് നോക്കിയിട്ട് വിവര പട്ടിക നോക്കിയിട്ട് നമ്മൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്ര സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ മതിയായ സ്റ്റോക്ക് മെഡിക്കൽ ഓഫീസ് സപ്ലൈകളുടെ മതിയായ സ്റ്റോക്ക് ആ ഇൻവെന്ററി പരിശോധിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ അത് കൊടുക്കുക. Placing orders, order കൊടുക്കുക, order സ്ഥാപിക്കുക. ആൻഡ് മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്, ഓഫീസിലുള്ള എക്യുപ്മെന്റ്സ് നിരീക്ഷിക്കുക, മോണിറ്റർ ചെയ്യുക. ആൻഡ് മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്സ്. മെഡിക്കൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സപ്ലൈകളും മതിയായ രീതിയിലുള്ള സ്റ്റോക്ക്, ആ ഇൻവെന്ററി പരിശോധിച്ചുകൊണ്ട് തന്നെ, വിവരപട്ടിക പരിശോധിച്ചുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് നിലനിർത്തണം. ഓഫീസ് എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം. ആൻഡ് മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്സ്. ഇനി അടുത്തത് 23ാമത്തെ പോയിന്റ് കേട്ടോ. എൻഷുർ ദാറ്റ് റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റെയിൻ, നീറ്റ് ആൻഡ് ക്ലീൻ. ഇനി എങ്ങനെ ചെയ്യണം? റിസപ്ഷൻ ഏരിയ എൻഷുർ ദാറ്റ്, ഉറപ്പുവരുത്തുക. റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റെയിൻ, നന്നായിട്ട് പരിപാലിക്കണം, അല്ലെ? നല്ല നീറ്റ് ആയിട്ട്, നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് തന്നെ റിസപ്ഷൻ ഏരിയ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ പേഷ്യന്റ് ആദ്യം ചെല്ലുന്ന സ്ഥലമാണ്, അവിടെ നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കണ്ടേ? എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് അടക്കി ഒതുക്കി നല്ല വൃത്തിയില് നല്ല നീറ്റ് ആയിട്ട് തന്നെ റിസപ്ഷൻ ഏരിയ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. Ensure that reception area is well maintained, neat and clean. അടുത്തത് നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് 24, safeguard patient privacy and confidentiality. പേഷ്യന്റിന്റെ പ്രൈവസി, നമുക്ക് ഓരോരുത്തർക്കും സ്വകാര്യത ഉണ്ടല്ലേ? നമ്മുടെ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ മറ്റുള്ള പേഷ്യൻസിനോ മറ്റാരുമായിട്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല, അല്ലെ? നമ്മുടെ പ്രൈവസി സംരക്ഷിക്കണം. ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രഹസ്യ സ്വഭാവം, അതെന്ത് ചെയ്യണം? ആർക്കും കൊടുക്കാതെ നമ്മൾ അത് കീപ്പ് ചെയ്യണം. പ്രൊട്ടക്ട് പേഷ്യൻസ് കോൺഫിഡൻഷ്യാലിറ്റി, പേഷ്യന്റിന്റെ രഹസ്യാത്മകത സംരക്ഷിക്കണം. അതായത് ഈ ഡീറ്റെയിൽസ് ഒന്നും ആരുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും പാടില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എപ്പോഴും ആ നമ്മുടെ രഹസ്യാത്മകത പ്രൊട്ടക്ട് ചെയ്യണം. മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്ട് ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് സെക്യൂർഡ് ബൈ നോട്ട് ലീവിംഗ് PHI. അവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം ഉണ്ട് കേട്ടോ. PHI എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഇതാണ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ, PHI. Protected health information. Protected health information. അപ്പൊ എങ്ങനെ പറഞ്ഞേക്കണേ? Make sure that protected health information is secured. എപ്പോഴും നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വിവരങ്ങൾ സെക്യൂർ ആയിരിക്കണം. നോട്ട് ലീവിങ്, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഇൻ പ്ലെയിൻ സൈറ്റ്. ഒരു പ്ലെയിൻ സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് ലീവ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെല്ലാം വെക്കൂലേ? നമ്മളിപ്പോ ഒരു പേഷ്യന്റ് മാറി അടുത്ത പേഷ്യന്റ് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് ലോഗ് ഔട്ട് ചെയ്യണം. നമ്മൾ അത് ഒരു പ്ലെയിൻ സൈറ്റിൽ, ഇപ്പൊ നിങ്ങൾ PSCക്ക് ഒക്കെ ആണെങ്കിലും നിങ്ങൾ ആ സൈറ്റ് കയറിയല്ലേ നമ്മുടെ ആയിട്ടുള്ള ഇത് നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ലോഗ് ഓഫ് ചെയ്ത് സേഫ് ആയിട്ടല്ല അതിൽ നിന്ന് നമ്മൾ നെറ്റിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇറങ്ങി പോരുന്നത്, അല്ലെ? ലോഗ് ഔട്ട് ചെയ്തിട്ടല്ലേ പോരുന്നത്. അത് നമ്മുടെ ഈ പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ ഒരു പ്ലെയിൻ സൈറ്റില് നമ്മള് അങ്ങനെ നിർത്തിക്കൊണ്ട് ഇറങ്ങരുത്. എന്ത് ചെയ്യണം? ആൻഡ് ലോഗ് ഓഫ് ദ കമ്പ്യൂട്ടർ ബിഫോർ ലീവിംഗ് അൺഅറ്റൻഡഡ്. നമ്മുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം? ലോഗ് ഓഫ് ചെയ്യണം. അതായത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? അത് പ്രൊട്ടക്ട് ചെയ്ത് തന്നെ വെക്കണം. ക്ലിയർ ആയ ആ പോയിന്റ്?
പേഷ്യന്റിന്റെ പ്രൈവസി, അവരുടെ രഹസ്യാത്മകത ഇതെല്ലാം സംരക്ഷിക്കണം. PHI എന്ന് പറഞ്ഞ എന്താ? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. നമ്മൾ ഉറപ്പുവരുത്തണം അത് സെക്യൂർ ആണ്, നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ സെക്യൂർ ആണെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഒരു പ്ലെയിൻ സൈറ്റിൽ അത് പകുതി വെച്ച് നിർത്തി ഇറങ്ങി പോരാൻ പാടില്ല. എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ അത് ലീവ് ചെയ്യുമ്പോൾ ലോഗ് ഓഫ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ അത് ലോഗ് ഓഫ്, അവരാണെങ്കിലും ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാം സെക്യൂരിറ്റി ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രമേ അത് സെക്യൂർ ആക്കി വെച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത പേഷ്യന്റിലേക്ക് പോകാൻ പാടുള്ളൂ. അത് മറ്റാർക്കും എടുക്കാവുന്ന രീതിയിൽ ആക്കരുത്. അത് സെക്യൂർ ചെയ്ത് തന്നെ വെക്കണം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പോയിന്റ്സുകള് ഇതൊന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇതാരും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. 1-2 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഓപ്ഷന് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇത്രയും പോയിന്റ്സ് ഉണ്ടെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട കേട്ടോ. എല്ലാവരും 1-2 പ്രാവശ്യം വായിച്ചു വെച്ചാൽ മതി. ഓക്കെ. റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ. ഇനി അടുത്ത് നോക്കിയ സ്കിൽസ് ആണ്. ഇനി അവർക്കുള്ള കഴിവുകൾ എന്തൊക്കെയാ? സ്കിൽസ് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ടെലിഫോൺ എറ്റിക്വിറ്റി അല്ലെ? ടെലിഫോൺ മര്യാദ വേണ്ടേ? നമ്മൾ പേഷ്യൻസ് വിളിക്കുമ്പോൾ നമ്മൾ എന്താ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. നമ്മൾ ഫോൺ മാനർ കീപ്പ് ചെയ്യണം. ടെലിഫോൺ മര്യാദകൾ വേണം. കസ്റ്റമർ സർവീസ്, നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കണം. ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാം, കമ്പ്യൂട്ടറിൽ നോളജ് വേണ്ടേ? വേർഡ്, എക്സൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? വേർഡ്, എക്സൽ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണം. IT ഒക്കെ പഠിച്ചവരുണ്ടോ? കമ്പ്യൂട്ടർ പഠിച്ചവരുണ്ടോ? യെസ്. വേർഡ്, എക്സൽ പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ വേണം. മാനേജ്മെന്റ്, മൊത്തത്തിൽ ഒരു മാനേജ്മെന്റ് വേണം. മൾട്ടി ടാസ്കിങ്, നോക്കി ഒന്നിലധികം കഴിവുകൾ, നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് വേണം. ഓർഗനൈസേഷൻ, അവർക്ക് എല്ലാം സംഘടിപ്പിക്കാനുള്ളത്. ഷെഡ്യൂളിങ്, ഷെഡ്യൂൾ ചെയ്യാനുള്ള കഴിവുകളെല്ലാം വേണം. ഓക്കെ. സ്കിൽസുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇനി അത് കൂടാതെ താഴെ നോക്കിയ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പറയണ്ട അവിടെ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, ഇത് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. ഒന്നാമത്തെ നോക്കിയ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഒന്നും മിണ്ടാത്ത വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുമോ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? വരുന്ന പേഷ്യൻസിന് നമ്മൾ പറഞ്ഞ് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് ഹോസ്പിറ്റലിൽ നിർത്തണം അല്ലെ? നമ്മൾ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ അവർ ആ വഴി പോകും. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി, എന്ത് ചെയ്യണം? അവരെ ഫലപ്രദമായി കേൾക്കാനും ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ. എങ്ങനെയാ? അവര് പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കാൻ നമ്മളൊരു മനസ്സ് കാണിക്കണം. നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, ഫലപ്രദമായി അവരെ കേൾക്കാനും വ്യക്തമായ രീതിയിൽ അവരോട് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ, കണ്ടോ, വ്യക്തമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനും പിന്നെ സ്വയം നമ്മളെ എക്സ്പ്രസ് ചെയ്യാനും ആൻഡ് ആർട്ടിക്കുലേറ്റ് മാനർ, മാനർ നമ്മുടെ ഓരോന്ന് ടെലിഫോൺ മാനർ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലുള്ള മാനർ, നമ്മൾ പറഞ്ഞില്ല പ്ലീസ് എന്നൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ അല്ലെ? അവർക്ക് നല്ല രീതിയിൽ നല്ല മാനർ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കാനും കഴിയണം. അതാണ് ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ സ്കിൽസ് ആണെന്ന് ചോദിക്കുമ്പോ ആ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അടുത്ത നോക്കിയേ, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ ശേഖരിക്കാനും അത് മാനേജ് ചെയ്യാനും അല്ലെ, അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം. ഏബിൾ ടു കളക്ട്, ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡേറ്റ എഫിഷ്യന്റ്ലി, ഫലപ്രദമായിട്ട് അല്ലെ? ഫലപ്രദമായിട്ട് എങ്ങനെയാ? ഡേറ്റാസ്, പേഷ്യന്റിൽ നിന്നുള്ള വിവരങ്ങള് ഫലപ്രദമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കളക്ട് ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കാനും അത് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കാനും ഉള്ള ഒരു നല്ലൊരു ഇത് വേണം. ഫലപ്രദമായി നിരീക്ഷിക്കാനുമുള്ള ഒരു കഴിവ് വേണം. ഓക്കെ. ഏബിൾ ടു കളക്ട്, ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡേറ്റ എഫിഷ്യന്റ്ലി. അടുത്ത് നോക്കിയേ, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, പ്ലാൻ ചെയ്യാൻ അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാനായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്യണം, സംഘടിപ്പിക്കുക. ഏബിൾ ടു മൾട്ടി ടാസ്ക്, ഒന്നിലധികം ടാസ്കുകൾ എങ്ങനെയാ? പ്രയോറിറ്റൈസ് എന്ന് വെച്ചാൽ മുൻഗണനാക്രമത്തില് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റി, ചില ആളുകൾക്ക് നമ്മൾ എന്താ പ്രിഫറൻസ് കൊടുക്കണം അല്ലെ? നമ്മള് അങ്ങനെ വേണ്ടേ?
മുൻഗണനാക്രമത്തില് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ തീരെ നമുക്ക് വയ്യ, അല്ലെങ്കിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്, അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ആളുകളുണ്ട്. റിസപ്ഷനിൽ ഒത്തിരി പേര് അവിടെ നിൽക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാൻ. അപ്പൊ നമ്മൾ 10ാമത് വന്ന ഒരാൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല, അതിന്റെ കണ്ടീഷൻ ഇച്ചിരി മോശമാണെങ്കിൽ നമ്മൾ അവർക്ക് പ്രിയോറിറ്റൈസ് കൊടുക്കണ്ടേ, നമുക്കൊരു മുൻഗണന കൊടുക്കണ്ടേ, അവർക്കൊരു മുൻഗണന കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്, ടാസ്കുകള്, അവിടുത്തെ പ്രവർത്തനങ്ങള് അവരുടെ ഉള്ള ടാസ്കുകള് ഇതെല്ലാം എന്ത് ചെയ്യണം, അത് ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും വേണം. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. Planning and organizing. Okay, planning and organizing. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡ്യൂട്ടീസ് കുറെ പോയിന്റ്സ് പറഞ്ഞു. അതാണ് നമുക്ക് കുറച്ച് സമയത്ത് കൂടെ തീർക്കാന്ന് വിചാരിച്ചായിരുന്നു ക്ലാസ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ആ നമ്മുടെ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് 1-2 പ്രാവശ്യം തന്നെ വായിച്ചു വെക്കാം. ആരും ബൈ ഹാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ, ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ സ്കിൽസ് ആണ് പിന്നെ പറഞ്ഞത്. ആ ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇവിടെ വേണ്ട സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതിന്റെ അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഏതൊക്കെ സ്കില്ലാന്നുള്ളത് അണ്ടർലൈൻ ചെയ്തത് ഓരോന്നും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, 3 നമ്മൾ പറഞ്ഞത്. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. ഓക്കെ, എല്ലാവരും വായിച്ചു നോക്കണം കേട്ടോ. നെക്സ്റ്റ് മൺഡേ നമുക്ക് നോക്കാം. മൺഡേ അല്ല, ട്യൂസ്ഡേ. ഓക്കെ.